എന്തുമാത്രം എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഈ ഒരു സ്ഥലമാണ് ഇത്. ആക്ച്വലി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ ആക്ച്വലി എനിക്കൊന്നും ഹോട്ടൽസോ അങ്ങനത്തെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ മഴ വന്ന് വെള്ളം കയറുമ്പോഴത്തേക്കും, മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് പേടിയല്ലേ, സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കാനും പൊക്കത്തി വെക്കാനും ഒക്കെ പേടിയായിരുന്നില്ല. ഇപ്പൊ ഇത്രയും ഇത് വന്നപ്പോഴത്തേക്കും നല്ലതായിട്ട് ഒത്തിരി പിന്നെ ഒത്തിരി ഇതിന്റെ പുറത്ത് ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. ഹിന്ദിക്കാര് ഹിന്ദിക്കാരാണോ ഇത് ഹിന്ദിക്കാർ കൂടുതൽ ചെയ്യുന്നത്? അവരൊത്തിരി നമുക്ക് തന്നെ സങ്കടം വരും. ഈ എത്ര പൊരി വെയിലത്ത് അവര് ഇവിടെ കിടന്നു. ഇന്നിപ്പോ ഞാൻ ഇത്രയും നടന്നെങ്കിലും ചൂടില്ലെന്നുണ്ടെങ്കിലും വേർക്കുന്നുണ്ട്. ആ സമയം പൊരി വെയിലും പിന്നെ മഴ വന്ന സമയമാണെങ്കിൽ കടലടിച്ചാലും അവരിവിടെ കിടന്ന്. ശരിക്കും ഈ വാക്ക് വേ ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കേണ്ടതാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ റോഡ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓർക്കാം എത്രമാത്രം ആൾക്കാരുടെ എഫേർട്ടാണ് ഇങ്ങനെ ഒരു സാധനമായി വരാൻ. ഞാൻ ഇന്ന് ഇതിന്റെ മേളിൽ കൊണ്ട് നടക്കുമ്പോഴും ഞാൻ അത് ആലോചിച്ച് വന്നു കേട്ടോ. അപ്പൊ അതാണ്ട് ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞതും കേട്ടില്ലേ, ഹിന്ദിക്കാര് പിള്ളേരാണ് ഇതിന്റെ എഫേർട്ട് ഫുൾ എടുത്തതെന്ന്. 2.5 വർഷം കൊണ്ട് തീർത്ത പണിയാണ് ഇത്. ഓരോ കല്ലും നമ്മൾ കണ്ടാലറിയാം മുട്ടൻ കല്ലാണ്, ചെറിയ പീസസ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇതോ ശരിക്കും ഭയങ്കര ഒരു നല്ല എഫേർട്ട് എടുത്ത് വന്ന ഒരു വാക്ക് വേ ആണ് ഇത്. ശരിക്കും ഇത് നമ്മളെ ഇതിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കേണ്ട സ്ഥലമാണ് അല്ലെ. അതേപോലെ ഈ വീടുകൾ കണ്ട ഈ വീട് മൊത്തം നശിച്ചു പോയതാണ്. ഞാൻ അങ്ങേ സൈഡിലേക്ക് നടന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു വീട് ഇങ്ങനെ പണിത് പടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അവർക്ക് മാറിപ്പോയതായിരിക്കുമല്ലോ. പിന്നെ അതൊന്ന് റെഡിയാക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. പടി ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ മദറിന്റെ ഒരു പക്ഷെ ഈ വീട് കണ്ട അവരുടെ ജീവിതത്തിൽ ഒത്തിരി അവർക്ക് ആകെ ഉണ്ടായതാണ് 4 സെന്റ് സ്ഥലം, 3 സെന്റ് സ്ഥലം, ഒരു കുഞ്ഞു വീട്. പക്ഷെ അത് അവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നു. അപ്പൊ അവർക്ക് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. ഇതിപ്പോ കൊടുക്കാൻ പറ്റത്തില്ല. 10 ലക്ഷം ആണെങ്കിലും അവർക്ക് ഇപ്പൊ 10 ലക്ഷം രൂപ കിട്ടിയത് നമുക്ക് ഒന്നും ആവുന്നില്ല. ഒരു വീടാ, ഒരു സെന്റ് ലാൻഡ് ഇന്നിപ്പോ സ്ഥലത്തിന് തന്നെ എന്ത് വിലയാണ്. അവരങ്ങ് പോയി അവര് താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ പോയി താമസിക്കുന്നു.